പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവജനത്തിന് മുമ്പാകെ ഒരുമിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. അല്പസമയത്തെ ദൈവ വചന ചിന്തയ്ക്ക് ആധാരമായി ഗലാത്യർ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതെ സൂക്ഷിച്ചു കൊള്ളുക. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഗലാത്യ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചു കേൾക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 2-ാം മിഷണറി യാത്രയിൽ സ്ഥാപിച്ചതായിരിക്കുന്ന ഗലാത്യ സഭകൾക്ക് എഴുതുന്നതായ ഒരു ലേഖനമാണ്, അല്ലെങ്കിൽ ഒരു കത്താണ് നാം വായിച്ച് കേട്ട ഈ ഗലാത്യ ലേഖനം എന്നുള്ളത്. ഇതിന്റെ മുൻപുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന ചില വിവാദ പരാമർശങ്ങൾക്കും ഒക്കെ ഒടുവിൽ അപ്പോസ്തലൻ ആ വിഷയങ്ങളെ കൺക്ലൂഡ് ചെയ്ത് അവിടെയുള്ള ദൈവസഭകളോട് ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു കൂട്ടായ ജീവിതമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കമ്മ്യൂണിറ്റി ലൈഫ്. ക്രിസ്തീയ ജീവിതം ഒരു കൂട്ടായ ജീവിതമാണ്. തനിച്ചുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ തനിയെ ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് വേർതിരിക്കപ്പെട്ടതായിരുന്ന ഒരു ജീവിതമാണ്. ഈ ലോക ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. ഈ ലോക ജീവിതത്തിൽ കാണുന്നതായിരിക്കുന്ന കാര്യങ്ങളോ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും അല്ല. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു ജീവിത രീതിയാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭക്തനായിരിക്കുന്ന പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: ക്രിസ്തീയ ജീവിതം എന്ത് ആശ്ചര്യം നൽകിയിടുന്ന ജീവിതം. 685-ാമത്തെ പാട്ടിൽ നാം വായിക്കുന്നുണ്ട്: ക്രിസ്തീയ ജീവിതം എന്ത് ആനന്ദമേ, ക്രിസ്തീയ ജീവിതം എന്ത് ആനന്ദമേ, ദൈവ ഭക്തരിൻ ജീവിതമേ. വീണ്ടും ഭക്തൻ പാടിയിട്ടുണ്ട്: ക്രിസ്തീയ ജീവിത മാഹാത്മ്യം കണ്ടവർ ക്രിസ്തനെ വിട്ട് പോയിടുമോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു വ്യത്യസ്തമായിരുന്ന ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു വേർതിരിക്കപ്പെട്ട ജീവിതമാണ്. ആ ജീവിതത്തെ ഈ ലോക ജീവിതത്തോട് യാതൊരു നിലയിലും നമുക്ക് തുലനം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ക്രിസ്തീയ ജീവിതത്തിൽ അഥവാ ഒരു കൂട്ടായ്മയുടെ ജീവിതമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതത്തിൽ ദൈവ മക്കൾ തമ്മിലുള്ളതായിരുന്ന ബന്ധത്തെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചു, ക്രിസ്തീയ ജീവിതം ഒരു കൂട്ടായ ജീവിതമാണ്, ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം ഉത്തരവാദിത്തങ്ങളുള്ള, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ഒരു മേഖലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ളതായിരുന്ന വാക്യങ്ങളിൽ അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുന്നത് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത് എന്നുള്ളതാണ്. പരസ്പരം ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിൽ നാം ഒരിക്കലും മടുത്തു പോകുവാനായിട്ട് പാടില്ല. 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ദൈവമക്കൾ
ക്രിസ്തു ശിഷ്യന്മാർ, ക്രിസ്തു ഭക്തർ ഈ ലോകത്തിന് മരിച്ചവരാണ് എന്നുള്ളതായിരുന്ന കാര്യം അപ്പോസ്തലൻ അവരെ ഓർമ്മിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉദ്ദേശം എന്നുള്ളത്, ദൈവത്തിന്റെ ആഗ്രഹം എന്നുള്ളത് നാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് പരസ്പരം നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും മടുത്തു പോകുവാനായിട്ട് പാടുള്ളവരല്ല. രണ്ടാമത്, നാം ഈ ലോക ജീവിതത്തിൽ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിന് നാം മരിച്ചവരായിട്ട് ജീവിക്കണം എന്നുള്ളത് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വായിച്ച വേദഭാഗത്തിലേക്ക്, 1-ാം വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോസ്തലൻ ഗലാത്യ വിശ്വാസികളെ ഓർമ്മിക്കുകയാണ്. ഇതിന്റെ മുൻപുള്ള അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ ഈ വിശ്വാസികളെ, ഈ സഭകളെ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒരു മനുഷ്യൻ, സഹോദരന്മാരെ എന്ന അപ്പോസ്തലൻ അവരെ വിളിക്കുന്നത്, ബിലാവും, പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നാം ജീവിക്കുന്ന ഈ ലോകം എന്നുള്ളത്, ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ജീവിത സാഹചര്യം എന്നുള്ളത്, നാം തെറ്റിപ്പോകുവാൻ, പാപത്തിൽ വീണു പോകുവാൻ, പാപത്തിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ദൈവജനം ജീവിക്കുന്നത്. ഒരിക്കലും ഒരു ദൈവഭക്തന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് പാപത്തിൽ അകപ്പെട്ടു പോകാതെ ജീവിക്കുവാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവചനം അത് പറയുന്നുമില്ല. ഏതെങ്കിലും വിധേനെ നാം പാപത്തിൽ അകപ്പെട്ടു പോകുവാൻ, പാപത്താൽ പിടിക്കപ്പെടുവാനായിട്ട് സാധ്യതയുള്ള ഒരു ലോകത്തിലാ, ഒരു ജീവിതത്തിലാ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അങ്ങനെയുള്ളതായിരുന്ന ദൈവമക്കളോട് അപ്പോസ്തലൻ ഓർമ്മിക്കുകയാണ്, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഈ കൂട്ടായ ക്രിസ്തീയ ജീവിതത്തിന്റെ മധ്യത്തിൽ നമ്മുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പാപത്തിൽ അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പാപത്തിൽ വീഴാം. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ നാം ഏത് നിലയിൽ അവരോട് പെരുമാറണം, അല്ലെങ്കിൽ അതിന്റെ മധ്യേ ഏത് നിലയിൽ നാം ആക്ട് ചെയ്യണം, നാം പ്രവർത്തിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യം ഗലാത്യ സഭകളെ, ഗലാത്യ വിശ്വാസികളെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ വല്ല അണ്ടർലൈൻ ചെയ്തു കൊടുക്കുക, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, പലപ്പോഴും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന, തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന അവസരത്തിലും അനവസരത്തിലും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന ഒരു വേദഭാഗമാണിത്. എന്നാൽ അപ്പോസ്തലൻ ഓർമ്മിക്കുന്ന വസ്തുത, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നുള്ളത് കോട്ട് ബൈ സിൻ, പാപത്താൽ പിടിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് എന്നുള്ളത് ട്രാപ്ഡ് എന്നാണ്. അകപ്പെട്ടു പോയാൽ, ഈ ട്രാപ്ഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? എന്തിനെയൊക്കെ കെണി വെച്ച് പിടിക്കുന്ന ആ സന്ദർഭത്തിൽ, ആ കെണിയില് പലപ്പോഴും നാം വെക്കുന്ന കെണിയിൽ പലതും വന്ന് വീഴുവാനായിട്ട് സാധ്യതയുണ്ട്. മനഃപൂർവ്വമല്ല അവ വന്ന് വീഴുന്നത്, ട്രാപ്പിൽ പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും പാപത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിൽ തുടരുന്നതായിരിക്കുന്ന, ആവർത്തിച്ച് തന്റെ ജീവിതത്തിൽ പാപം ചെയ്യുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല അപ്പോസ്തലൻ ഈ വാക്കുകൾ ഗലാത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെയോ, പ്രലോഭനങ്ങൾ നിറഞ്ഞതായിരുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പാപത്തിൻ്റെതായിരിക്കുന്ന കലാവസ്ഥകൾ നമുക്ക് പിന്നാലെ നടക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും സാഹചര്യത്തിൽ പലപ്പോഴും വല്ലപ്പോഴുമെങ്കിലും ഈ കെണിയിൽ ഞാനും നിങ്ങളും ദൈവജനം അകപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുള്ള ഒരു സ്ഥാനത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുവിശ്വാസി, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടു സഹോദരി, ഒരു ദൈവ പൈതൽ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടുപോയെങ്കിൽ, പാപത്താൽ അവൻ പിടിക്കപ്പെട്ടു പോയെങ്കിൽ, അവനോടുള്ളതായിരുന്ന ബന്ധത്തിൽ സഹവിശ്വാസികൾക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർമ്മിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താ ദൈവജനത്തോട്
വിശ്വാസ സമൂഹത്തോട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വല്ല തെറ്റിലും, നാം പ്രത്യേകം ശ്രദ്ധിക്കണം, അണ്ടർലൈൻ ചെയ്യണം, വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ. തെറ്റിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളൊക്കെ പലപ്പോഴും തെറ്റിൽ അകപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത വസ്തുതയാണ്. അത് ഈ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്, ഈ ലോക സാഹചര്യത്തിന്റെ പ്രത്യേകതകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരെങ്കിലും ഒരു തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ നാം ചെയ്യേണ്ടതായിരുന്ന കാര്യം അപ്പോസ്തലനോട് ഓർപ്പിക്കുക. അങ്ങനെയുള്ളവനെ, അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തുകയും. അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, തെറ്റിൽ അകപ്പെട്ടു പോയതാണ് ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ബാക്കിയുള്ളതായിരുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക്, തന്റെ സഹോദര വർഗത്തിന് ഉണ്ട് എന്നുള്ളത് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. റീസ്റ്റോർ, യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് റീസ്റ്റോർ എന്നുള്ളതാണ്. റീസ്റ്റോർ ചെയ്യണം അവനെ. എന്താ റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാം, നമ്മള് ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളൊക്കെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിലീറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ കോണ്ടാക്ട്സിൽ നിന്ന് അത് മാറിപ്പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊരു സ്ഥാനത്താണോ ഇരുന്നത് അതേ സ്ഥാനത്തേക്ക് തന്നെ അതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീസ്റ്റോർ ചെയ്യാനായിട്ട്, തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപണ്ഡിതന്മാർ ഈ യഥാസ്ഥാനപ്പെടുത്തുക അല്ലെങ്കിൽ റീസ്റ്റോർ എന്നുള്ള വാക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഒരു മെഡിക്കൽ ടേമുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലുകൾ ചിലപ്പോഴെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും പൊട്ടുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പൊട്ടുന്നതാകുന്ന സാഹചര്യങ്ങൾ. നമ്മുടെ എല്ലുകൾക്കൊക്കെ പൊട്ടുകൾ സംഭവിക്കാറുണ്ട്. നമുക്ക് എവിടെ പോകും? ഹോസ്പിറ്റലിൽ പോകും. ആരെ കാണിക്കുന്നേ? എല്ലിന്റെ കേസ് ആരെ കാണിക്കുന്നേ? ഓർത്തോ സർജനെ കാണിക്കും, അല്ലെങ്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കും. എന്താ ഡോക്ടർ ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മുടെ എല്ലിനൊരു പൊട്ടുണ്ട്, എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? ആ എല്ലിനെ എന്ത് ചെയ്യും? ബന്ധിപ്പിക്കും. ആ എല്ലിനെ താൻ ബന്ധിപ്പിക്കുവാനായിട്ട് ഇടയാക്കിയും. അതാണ് അതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ എന്നുള്ളത്. എങ്ങനെയാ ഇദ്ദേഹം ആ എല്ലിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത്? അതിനെ കേവലം വെറുതെ ഇങ്ങനെ ജോയിൻ ചെയ്യാണോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ എല്ല് പൊട്ടുന്നതിന് മുൻപ് ഏത് വിധേനയായിരുന്നുവോ അങ്ങനെ അതിനെ റീജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ അതിന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യത്തുള്ളൂ? നടക്കുകയുള്ളൂ. ആ വൈദ്യൻ അല്ലെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഓർത്തോ സർജൻ ചെയ്യുന്നത് ആ പൊട്ടിയ എല്ലുകളെ അത് ഏത് വിധേനയാണോ ഇരുന്നത് അതേ വിധത്തിൽ അതിനെന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ റീജോയിൻ ചെയ്യും. ഇതാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിച്ച റീസ്റ്റോർ അല്ലെങ്കിൽ യഥാസ്ഥാനപ്പെടുത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യഥാസ്ഥാനപ്പെടുത്തൽ എന്നുള്ളത് ഏതൊരു സ്ഥാനത്താണോ ആ വ്യക്തി ഉണ്ടായിരുന്നത്, പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ സംഭവിക്കുന്നത്? ഒരു ബന്ധം അവിടെ വേർപെടുകയാ. ആരുമായിട്ടുള്ള ബന്ധമാണ്? ദൈവവുമായിട്ടുള്ള ബന്ധം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം ഒരു വ്യക്തി പാപം ചെയ്യുന്നതോടുകൂടി ആ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാസ്ഥാനപ്പെടുത്തൽ മുഖാന്തരം സംഭവിക്കേണ്ടത് ഈ ഒരു ബന്ധം, ഈ വ്യക്തി ദൈവവുമായിട്ട് ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് തിരികെ വരുവാനായിട്ടിടയായി തീരണം. കേവലം നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന എന്റെയും നിങ്ങളുടെയും നമ്മുടെ എന്താ പറയുന്നത് സ്വയമായ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തൽ അല്ല ദൈവത്തിന്റെ ആത്മാവിലൂടെ ഉദ്ദേശിക്കുന്നത്. പാപത്തിൽ അകപ്പെട്ടു പോയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ മാറ്റപ്പെടും. ആ ഒരു കണക്ഷൻ അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്നാൽ ആ ബന്ധത്തിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ യഥാസ്ഥാനപ്പെടുത്തൽ കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
രണ്ടാമത് വേദപണ്ഡിതന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. മതി. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? വല നന്നാക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് ആ വല നന്നാക്കേണ്ടതായിട്ട് വന്നത്? ആ വലയുടെ കണ്ണികള് പൊട്ടിയിട്ടുണ്ടാവാം. ആ വലയുടെ കണ്ണികൾ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടാകാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാസ്ഥാനപ്പെടുത്തൽ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊട്ടിപ്പോയതായിരിക്കുന്ന വലയുടെ കണ്ണിയെ എന്ത് ചെയ്യുക? ബാക്കി കണ്ണിയോടുകൂടെ വീണ്ടും ബന്ധിപ്പിക്കുന്നതിനെയാണ്, വീണ്ടും ചേർത്ത് തുന്നുന്നതിനെയാണ് ഇവിടെ റീസ്റ്റോർ അഥവാ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത്, അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിലൂടെ ഓർപ്പിക്കുന്നതാണ് യഥാസ്ഥാനപ്പെടുത്തൽ എന്നുള്ളത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ദൈവമക്കളുമായിട്ടുള്ള ആത്മീക ബന്ധത്തിലേക്ക് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കുവാനോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാനോ കഴിയുന്നതാണ് ഒരു യഥാസ്ഥാനപ്പെടുത്തലല്ല ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നാം വായിക്കുന്നത് അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, അടുത്ത വാക്ക്, ആരാ ഇനി യഥാസ്ഥാനപ്പെടുത്തേണ്ടത്? ഇങ്ങനെയുള്ളതാണ് വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് ആരാ? അപ്പോസ്തലനോട് വളരെ വ്യക്തമായിട്ട് എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ആത്മീകരായ നിങ്ങൾ, യു ഗോ സ്പിരിച്വൽ. ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുകയും. ആത്മീകരായ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ഓർമ്മിപ്പിക്കുന്ന ഈ ആത്മീകരാരാ? എന്താ ആത്മീകതയുടെ മാനദണ്ഡം? വായിച്ചേ, പുറകോട്ട് വരാം. 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ. ആത്മാവിനെ അനുസരിച്ച് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നതായിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ജീവിതങ്ങളാണ് ആര്? ആത്മീകർ. ദൈവത്തിന്റെ ആത്മാവ് ആത്മീകരായി കണക്ക് കൂട്ടുന്ന, ആത്മീകരായിട്ട് പരിഗണിക്കുന്നത് ആരെയാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ ആത്മാവ് അധിവസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നുണ്ട്. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ആര്? ആത്മീകർ. അടുത്ത വാക്യം വീണ്ടും അതിന് താഴെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 25-ാമത്തെ വാക്യം. ആത്മാവിനാൽ ജീവിക്കുന്നവരാണ് ആര്? ആത്മീകർ.
ആത്മീയരുടെ നിരവധി ലക്ഷണങ്ങൾ ഈ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുകയും ഈ റീസ്റ്റോർ ചെയ്യേണ്ട ഉത്തരവാദിത്വം തെറ്റിൽ അകപ്പെട്ടു പോയതാണ് ഒരു വ്യക്തിയെ മടക്കി കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ചെയ്യേണ്ടത്? ആത്മീയരായ പ്രിയപ്പെട്ടവർ, ആത്മീയർ. ഇപ്പോൾ ചോദ്യം വരും, അല്ലേ? നമ്മളൊക്കെ ആത്മീയരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആത്മീയർ മാത്രമല്ല ദൈവസഭയിലുള്ളത്. പിന്നെയോ ദൈവസഭകളുടെ പ്രത്യേകത എന്നുള്ളത് ആത്മീയരെ കൊണ്ട് നിറഞ്ഞതായിരുന്ന ഒരു കൂട്ടമല്ല ദൈവത്തിന്റെ സഭകൾ. ദൈവസഭയിൽ പ്രാകൃതരുണ്ട്, ജഡീകരുണ്ട്, ആത്മീയരുണ്ട്. ഇതിന്റെ ഒരു സമ്മിശ്രമാണ് ദൈവസഭകൾ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീയ സമൂഹം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, നമുക്ക് ജീവിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇതിന്റെയൊക്കെയും ഒരു മിശ്രിതമാണ്, ഒരു സമ്മിശ്രമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, ആത്മീയരായ നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുകയും. ഇനി ആത്മീയന്റെ പ്രത്യേകത എന്താ? നാം 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആത്മാവിന്റെ ഫലങ്ങള് പുറപ്പെടുവിക്കുന്നവരാണ്. തന്റെ ക്രിസ്തീയ ജീവിതത്തിലൂടെ, തന്റെ അനുദിന ജീവിതത്തിലൂടെ ആത്മീക ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവനാണ് ആത്മീകൻ. ഇത് കേവലം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല, ദൈവത്തിന് മാത്രം കാണുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ എനിക്ക് മാത്രം കാണുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുമായിട്ട് സഹവർത്തിക്കുന്ന സകലർക്കും ഒരുപോലെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. നാം ആത്മീകനാണെങ്കിൽ നമ്മിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആത്മീകരോടാണ് തെറ്റു ചെയ്തതായിരുന്ന ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, റീസ്റ്റോർ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീകൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേവലം ഒരു വൺ മാൻ ഓപ്പറേഷൻ അല്ല, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഉൾക്കൊള്ളുന്ന കാര്യമല്ല. യു ഹു സ്പിരിച്വൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതിൽ ആ യു എന്നുള്ളത് പ്ലൂറൽ ഫോമിലാണ്, അല്ലെങ്കിൽ ബഹുവചന രൂപത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. യഥാസ്ഥാനപ്പെടുത്തൽ ഒരു വ്യക്തിയുടെ ശുശ്രൂഷയല്ല, ഒരു വൺ മാൻ ഓപ്പറേഷൻ അല്ല. അതൊരു കൂട്ടായ ആത്മീകത്വത്തിന്റെ, അല്ലെങ്കിൽ ആത്മീകരായ ഒരു കൂട്ടം വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരുവൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നാം അങ്ങനെയുള്ളവനെ യഥാസ്ഥാനപ്പെടുത്തുകയും, പലപ്പോഴും നമ്മുടെയൊക്കെ മധ്യത്തിൽ ഈ നിബന്ധനകളെയൊക്കെ നമുക്ക് വിരളമായിട്ടേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നാം ആത്മീകൻ എന്നൊക്കെ കണക്ക് കൂട്ടുന്നത് പ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ആത്മീകർ എന്നുള്ളതായിരുന്ന കണക്കുകൂട്ടലിലാണ് ഇന്ന് ദൈവത്തിന്റെ ജനം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിക്കുക, ആത്മീകൻ ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവനാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവനാണ് ആത്മീകൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളെ തന്റെ അനുദിന ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവനാണ്, അതിനെ റിഫ്ലക്ട് ചെയ്ത് പ്രതിഫലിപ്പിക്കുന്നവരാണ് ആത്മീകൻ എന്ന ദൈവവചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏറെ വലുതാണ്. ഒരു വ്യക്തിയെ തെറ്റിൽ അകപ്പെട്ടു പോയാൽ, പാപത്താൽ പിടിക്കപ്പെട്ടു പോയാൽ അവനെ സമീപിക്കേണ്ടതായിരുന്ന രീതി നാം വായിക്കുന്നുണ്ട്. എന്താ? അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ, അടുത്ത വാക്ക്, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും, സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും. സ്പിരിറ്റ് ഓഫ് മീക്ക്നെസ്, സ്പിരിറ്റ് ഓഫ് ജെന്റിൽനെസ്, സൗമ്യതയുടെ ആത്മാവിൽ ഒരുവൻ തെറ്റ് ചെയ്താൽ അവനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്നുള്ളത്
അവനെ ശിക്ഷിക്കുവാനായിട്ട്, അവനെ ശിക്ഷ വിധിക്കുവാനായിട്ട് അല്ല ഞാൻ നിങ്ങൾ മുതിരേണ്ടത്. അവനെ അപലപിക്കുവാനല്ല ഞാനും നിങ്ങൾ മുതിരേണ്ടത്, അല്ലെങ്കിൽ സഹവിശ്വാസികൾ മുതിരേണ്ടത്. പിന്നെയോ ആ വ്യക്തി ഒരു തെറ്റിൽ അകപ്പെട്ടു പോയി, അവനെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയായി തീരണം. ഇതാണ് ദൈവം സഹവിശ്വാസികളെ കുറിച്ച്, അല്ലെങ്കിൽ സഹവിശ്വാസികളിലൂടെ, കൂട്ടുവിശ്വാസികളിലൂടെ ദൈവജനത്തിന്റെ മധ്യത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു ഇതൊക്കെ ചെയ്യുന്നത് ആത്മീകനാണ്, ആത്മീകന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ആ ആത്മീകനുള്ള ഒരു വാണിംഗ് കൂടെ ദൈവത്തിന്റെ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുക. അവസാന ഭാഗത്ത് നാം എന്താ വായിച്ചേ? നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നീക്ക് യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്ന നാം എന്താ പറയുന്നത്? വളരെ ബുദ്ധിമാന്മാരായിട്ടല്ല, അല്ലെങ്കിൽ ഏറെ പരിശുദ്ധരായിട്ടല്ല ദൈവം നമ്മെ ആ കാര്യം ഏൽപ്പിച്ചത്. നമുക്കും എന്തുണ്ടാകാം? ഇതേ വ്യക്തി അകപ്പെട്ടതായിരുന്ന പാപത്തിൽ നാളെ ആരും അകപ്പെടാം, ഞാനും അകപ്പെടാം, ഈ യഥാസ്ഥാനപ്പെടുത്തുവാൻ പോകുന്നവനും അകപ്പെടാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഒരിക്കലും നീ അകപ്പെടാതെ വണ്ണം, അതേ ആ പാപം ചെയ്തതായിരുന്ന വ്യക്തി, പാപത്തിൽ അകപ്പെട്ടതായിരുന്ന വ്യക്തി ചെയ്തതായിരുന്ന ആ പാപത്തിൽ അല്ല വീണതായിരുന്ന ട്രാപ്പിൽ നീയും വീഴാതിരിക്കുവാൻ നീ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മുടെ അഹങ്കാരം അവിടെ വെളിപ്പെടുവാനായിട്ട് പാടില്ല, നമ്മുടെ ഉന്നത സ്ഥാനം അവിടെ വെളിപ്പെടുവാനായിട്ട് പാടില്ല. കാരണം ഞാനും ഇതിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട്, ഞാനും ഇതിൽ വീണു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുവാനായിട്ട് അപ്പോസ്തലൻ ഇവിടെ ഗലാത്യ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം എന്താ പറയുന്നത്, കൂട്ടായ ജീവിതം നയിക്കുന്ന, കൂട്ടായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിലുള്ള പരസ്പര ഉത്തരവാദിത്തങ്ങൾ. വളരെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് അന്യോന്യമുണ്ട്. നാം ക്രിസ്തീയ വിശ്വാസികളായി ജീവിക്കുക, നമ്മുടെ കുടുംബമായിട്ട് ക്രിസ്തീയ വിശ്വാസികളായി ജീവിക്കുക, അതല്ല ദൈവത്തിന്റെ ആത്മാവ് ഒരു വിശ്വാസിയെ കുറിച്ച്, ഒരു ദൈവപൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ഒരു കൂട്ടമായിട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുകയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ നാം ആ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്നു എങ്കിൽ മാത്രമേ അത് നമുക്ക് യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുവാനുള്ള ഒരു ജീവിതം എന്നതിലുപരി, പാട്ടുകാരൻ പറഞ്ഞതുപോലെ, ഇത് അനുഭവിക്കുവാനുള്ള, അനുഭവിച്ചറിയുവാനുള്ള, ആസ്വദിച്ചറിയുവാനുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയെങ്കിൽ മാത്രമേ ആ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം നമുക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. ആ മഹത്വം നമ്മുടെ മധ്യത്തിൽ വിളങ്ങുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ നാം ഓർത്തു, നാം ജീവിക്കുന്ന ലോക സാഹചര്യം നാം ഓർക്കുകയുണ്ടായി. പാപത്തിൽ വീണു പോകുവാൻ സാധ്യതയുള്ള ലോകമാണ്. ഒരിക്കലും ഒരു തെറ്റിലും അകപ്പെടാതെ, ഒരു പാപത്തിലും വീഴാതെ ഒരു ദൈവപൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്, തന്റെ ക്രിസ്തീയ ജീവിതം ജീവിച്ചു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പാപത്തിൽ വീണു പോകുമ്പോൾ, പാപത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ, ഞാൻ ആവർത്തിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കേവലം പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അല്ല ദൈവത്തിന്റെ ആത്മാവിൽ ഓർമ്മിപ്പിക്കുന്നത്. യാദൃശ്ചികമായി പ്രലോഭനങ്ങളിൽ പെട്ട് പാപം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് മറ്റൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഒരു യഥാസ്ഥാനപ്പെടലല്ല, നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തലല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെയോ ദൈവിക പ്രമാണത്തിനനുസരിച്ചുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തൽ, ദൈവിക കൂട്ടായ്മയിലേക്കുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തൽ, ഇത് വരും ദിവസങ്ങളിൽ നമ്മുടെ മധ്യേ വിളങ്ങുവാനായിട്ട് ഇടയായി തീരണം. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ് ദൈവമക്കളെ. ക്രിസ്തുവാകുന്ന ശരീരത്തിന്റെ വിവിധ അവയവങ്ങളായിട്ട് ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വങ്ങൾ നിവർത്തിക്കുവാൻ ദൈവം ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന അവയവങ്ങളാണ്, ഉപകരണങ്ങളാണ്, ക്രിസ്തു സഭയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളും. നമുക്ക് പരസ്പരം അന്യോന്യ ബന്ധമുണ്ട്. അന്യോന്യം ബന്ധമില്ലാതെ, അന്യോന്യം ബന്ധപ്പെട്ടിരിക്കാതെ, അന്യോന്യ ഉപകാരങ്ങൾ ചെയ്യപ്പെടാതെ ഈ ഭൂമിയിൽ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
പഴയ നിയമത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് സമാഗമന കൂടാരം പണിയുമ്പോൾ പറഞ്ഞതാകുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സമാഗമന കൂടാരത്തിന്റെ പലകകൾ എന്ത് ചെയ്യണം? പലകകൾ എന്ത് ചെയ്യണം? ഒന്നോടൊന്ന് അടുപ്പിച്ചിരിക്കണം. സമാഗമന കൂടാരത്തിന്റെ പലകകൾ അടുപ്പിച്ചിരിക്കണം. എന്തിനാ കർത്താവ് ഇത് പറഞ്ഞത്? അതിൽ വിടവുകൾ പാടില്ല. എന്തുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞത്? മരുഭൂമിയിൽ വിവിധ സമയങ്ങളിൽ കാറ്റുകൾ അടിക്കുവാൻ സാധ്യതയുണ്ട്. ഈ സമാഗമന കൂടാരത്തിനകത്തേക്ക് പുറത്തു നിന്ന് പലരും വന്ന് കയറുവാനായിട്ട് സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം, ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസഭയാകുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ പലകകളാകുന്ന വിശ്വാസികൾ അടുത്തിരിക്കുവാനിടയായി തീരണം. അവർ തമ്മിൽ അകലങ്ങൾ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഇങ്ങനെയുള്ളതായ ക്രിസ്തീയ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം, മഹത്വകരമായ ക്രിസ്തീയ ജീവിതം. ഭക്തൻ പാടിയ ക്രിസ്തീയ ജീവിതം എന്ത് ആനന്ദം എന്ന് പാടുന്ന, അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ക്രിസ്തീയ ജീവിതം. ഞാൻ ആ വാക്യം വായിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും. സൗമ്യതയുടെ ആത്മാവിലാണ്. സൗമ്യതയുടെ ആത്മാവിൽ എന്തായി സൗമ്യത? സൗമ്യത എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഫലമാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഫലമാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ എന്ത് ചെയ്യും? ഭൂമിയെ കൈവശമാകും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. എന്റെ പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ ഈ ദൈവിക ആലോചനകളെ, ഈ ദൈവിക ശബ്ദത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കുന്ന, എന്താനന്ദമെന്ന അനുഭവമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.